മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരിവൂർ തളി നിവാസികൾ തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവു മാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമരചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവു മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ട്രയൽ റൺ നടത്തിയപ്പോൾ പ്ലാന്റിൽ നിന്നും അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നിരുന്നു. ഇത് കിലോമീറ്ററുകളോളം വ്യാപിക്കുകയും തളി മഖാമിൽ നടന്നിരുന്ന ഉറൂസ് തടസ്സപ്പെടുകയും ചെയ്തു. വണ്ടി വന്നപ്പോ എന്റെ വീട്ടിൽ ഞാൻ കിടന്നിട്ട് ഇവിടെ ചെന്ന് നോക്കുമ്പോ ഛർദിച്ചിട്ടാണ് പിന്നെ എന്നെ ആസ്പത്രി കൊണ്ടുപോയത്. ആ മണം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോ ഞങ്ങളുടെ പിള്ളേരൊക്കെ അടിച്ചമർത്തുകയാണ്. അതുകൊണ്ട് ഈ വരൂർ പഞ്ചായത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ നടുവട്ടം സെന്ററിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോയിമാലിന്യം വേണ്ട. എനിക്ക് ക്യാൻസർ പിടിച്ച് മരിക്കാൻ വയ്യ. അതോടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷിക്കണം. തുടർന്ന് പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തിചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്ലാന്റിലെ ജീവനക്കാരെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ചാണ് ലാത്തിചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്ത് ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. കാര്യമുള്ളൂ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഞങ്ങള് വിഷമങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ അത്രയും ഞങ്ങൾ നാടിന് വേണ്ടിയിട്ട് നന്നാക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരില് ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുന്നുകൂടി പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത് മരിക്കുന്നത് വരെ ഞാൻ ഈ ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല പറയണത്. ഞാൻ പാർട്ടി CPM പ്രവർത്തിക്കുന്നവളാണ്. അപ്പൊ ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല പറയണത്. എന്റെ മക്കൾക്കും വരും തലമുറയ്ക്കും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ വരെ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. സ്ത്രീകളും പെണ്ണുങ്ങളും ഇവിടുന്ന് സമ്മതിക്കില്ല. കുട്ടികളടക്കം ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മുൻനിരയില് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒപ്പം ഉണ്ടാവും. ഭരണാധികാരികളുടെ കയ്യിലല്ല പോപ്പിന് അവരെല്ലാം മണി തരുന്നത്. ഈ കാക്കിയുടെ പ്രതിഫലം ഈ കാക്കിന് ബഹുമാനിച്ചുകൊണ്ട് ഇന്നലത്തെ ഇവിടുത്തെ ഒരു പരിപാടി എന്തായാലും അത് പോലീസിന്റെ അധികാരത്തിൽ പെടുന്ന ഒരു പരിധിയല്ല. അതെന്തായാലും അതിനെ ഇവിടുന്ന് ഞങ്ങൾ അത് മുന്നേറാൻ തയ്യാറില്ല. എന്തായാലും അത് പോലീസ് നീതി പാലിക്കാൻ മുതലാളിമാരുടെ പണിക്കാർക്ക് കാവല് കിടക്കാനല്ല, പാവപ്പെട്ടവർക്ക് അതാണ് നീതിപീഠം. അതാവണം നീതിപീഠം എന്ന് മാത്രമാണ്
സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, ബിബിൻ കുടിയടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങൾ സുസംഘടിതമായ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ലാത്തി കൊണ്ട് കുത്തുന്ന സാഹചര്യമുണ്ടായി. അതൊരു കുട്ടിക്ക് ലാത്തിയുടെ അടിയേറ്റു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ആ കുട്ടി കുത്തിയത് ശരിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മസമീപനം പാലിച്ചത് ഒരുത്തനെയും പേടിക്കാൻ വേണ്ടിയല്ല. കാക്കി ഉടുപ്പിനെ ഞങ്ങൾ ബഹുമാനിക്കും. കാക്കി ഉടുപ്പിട്ട് തമ്മാടികളായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. PCV ന്യൂസ്, വരവൂർ.